ഓൾറൈറ്റ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്കും അപ്പോസ്തല പ്രവൃത്തികളുടെ അവസാനത്തെ സ്റ്റഡിയിലേക്കും എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വെൽക്കം ചെയ്യുന്നു. 29 സെഷൻ ഒരുമിച്ച് പഠിക്കുവാൻ കർത്താവ് കൃപ തന്നു. അതിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. 28ാമത്തെ അധ്യായമാണ്. പൗലോസ് എവിടെ എത്തണമോ അവിടെ എത്തി. അവസാനത്തെ ലാപ്പാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷം, ആരാണ്ട് പറഞ്ഞ പോലെ ജൂൺ മാസം കഴിഞ്ഞ വർഷം തുടങ്ങിയത് ഈ മാസം ജൂൺ മാസം ആകുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ അവസാനിപ്പിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇത് പഠിക്കുന്നത് നമ്മുടെ ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിൽ മുന്നോട്ട് പോകാൻ, സാക്ഷികളാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ഫുൾ ജേണിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത പുസ്തകം ഏതാണെന്നുള്ളത് നിങ്ങൾ പറയുക. എന്നിട്ട് അതിനനുസരിച്ച് ചെറിയ പുസ്തകമായിരിക്കണം, പ്രിഫറബിളി പഴയ നിയമമായിരിക്കണം. പഴയ നിയമം ഇതുവരെ ഞാൻ ഒരെണ്ണം പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രിഫറബിളി സ്മോൾ ബുക്ക് ആൻഡ് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു പെരുമ്പാവൂരിലെ മീറ്റിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് വലിയവ ചെയ്തു. വൺ ഓഫ് അവർ ബെസ്റ്റ് മീറ്റിംഗ്സ്. മഴ പെയ്യരുതെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെങ്കിൽ മുഴുവൻ സമയവും മഴ പെയ്തു. മുഴുവൻ സമയം, തുടക്കം മുതൽ അവസാനം വരെ ആള് തിങ്ങി നിറഞ്ഞ് എന്തൊരു സന്തോഷം. യുവാക്കൾ മാത്രം. സാധാരണ ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ പ്രായമുള്ളവരെ കണ്ട് ഞാൻ അവർക്ക് എൻ്റെ കർത്താവ്, ഇത് ഫുൾ യൂത്ത്സ് ബൈക്കേലും എന്തൊരു മനോഹരമായ അനേകർ കർത്താവിനെ സ്വീകരിക്കുകയും അവരുടെ ജീവിതങ്ങൾ കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയും മുമ്പോട്ട് കടന്നു വന്ന് വി ഹാഡ് എ ബ്രില്യൻ ടൈം. അതിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ലീഡേഴ്സ് ഓസ്റ്റിനും ജേക്കുമാണ് അവിടെ നിൽക്കുന്നത്. അവർ എന്ത് കഠിനാധ്വാനം, വെരി ഹാർഡ് വർക്ക് അവർ ചെയ്തു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പെരുമ്പാവൂർ ഇസ് ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് കേരള. എന്നാൽ അവിടെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഞങ്ങൾ വിശ്വസിക്കുന്നു അതൊരു തുടക്കം മാത്രമാണ്. നമ്മളവിടെ 2 കാര്യങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് നമ്മുടെ 4th സൺഡേ യൂത്ത്സിനുള്ള മീറ്റിങ്ങും ഈവനിങ്ങിൽ, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി സ്മോളർ കോർ ഗ്രൂപ്പിന് വേണ്ടി തുടങ്ങിക്കഴിഞ്ഞു. അതിൽ ഓൾറെഡി ഇഷ്ടംപോലെ ആളുകൾ താല്പര്യത്തോടെ വന്നു തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം പെരുമ്പാവൂരിലൊരു ബ്രേക്ക് ത്രൂ. ഈ ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കുമെന്നുള്ള വാക്യമുണ്ടല്ലോ. യു ഹാവ് ടു ടേക്ക് ഇറ്റ്, സർട്ടൻ തിങ്സ് ഹാവ് ടു ബി ടേക്കൺ വിത്ത് ഫോഴ്സ്. ദ വയലൻസ് ഷാൽ ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ അയ്യോ ഇങ്ങനെയാണല്ലോ അവസ്ഥ, അവിടെ ഭയങ്കര ഡ്രഗ്സ് ആണല്ലോ, അവിടെ ഭയങ്കര ഫ്ലഷ് ട്രേഡ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിവരല്ല വിശ്വാസികൾ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തിൽ സുവിശേഷത്തിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോകേണ്ടി വരാം. അപ്പോൾ അതിൻ്റെ ഒരു നല്ല ഡെമൺസ്ട്രേഷൻ ഞങ്ങൾക്ക് പെരുമ്പാവൂരിൽ കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ മിനിസ്ട്രിക്ക് തന്നെ ഭയങ്കര ഒരു ബൂസ്റ്റ് കിട്ടി. അതിനായിട്ട് കർത്താവിന് ഒരുമിച്ച് ഞങ്ങൾക്ക് ഐക്യതയോടെ പ്രവർത്തിക്കാൻ കർത്താവ് കൃപ തന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കൊച്ചി ടെൻ്റായിരുന്നു. പെരുമ്പാവൂരിൽ ഞാൻ യൂത്തിൻ്റെ കൂടെ ചാടിയതാണെന്ന് തോന്നുന്നു. എൻ്റെ നടു ഒടിഞ്ഞ് ഞാൻ വളഞ്ഞാണ്. പക്ഷേ പിറ്റേ ദിവസം കൊച്ചി ടെൻ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും പ്രസംഗിച്ചേ തീരൂ. അതുകൊണ്ട് ഞാനത് പ്രസംഗിച്ചു. ദൈവം ആ മീറ്റിംഗ് ഒരുപാട് അനുഗ്രഹിച്ചു. പിന്നെ വീട്ടിൽ വന്ന് ഞാൻ കിടപ്പായിരുന്നു. ഈ കഴിഞ്ഞ 4 ദിവസം ഫിസിയോതെറാപ്പിയുമായിട്ട് ഇച്ചിരി ഭേദമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനും സാറായും ബുധനാഴ്ച ഞങ്ങൾ സിംഗപ്പൂർ ഒരു ചേർച്ചിൻ്റെ ഫാമിലി റിട്രീറ്റ് 3 days ചെയ്യുകയാണ്. ബാക്ക് ടു ബാക്ക്. അത് കഴിഞ്ഞിട്ട് മലേഷ്യ ചേർച്ചിൻ്റെ ഫാമിലി റിട്രീറ്റ്. അങ്ങനെ 7 ദിവസം ബാക്ക് ടു ബാക്ക് ഞങ്ങൾ 2 ഫാമിലി ക്യാമ്പ് ചെയ്തിട്ട് തിരിച്ച് വന്ന് പിറ്റേ ദിവസം എനിക്ക് രാജസ്ഥാനിൽ നാഷണൽ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു യൂത്ത് മീറ്റിങ്ങിന് 5 സെഷൻ പ്രസംഗിക്കണം. അപ്പം നിങ്ങൾ പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഹെൽത്തിൽ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുമായിരുന്നു കുറച്ച് നാളുകളിൽ. പെട്ടെന്നാണ് ഈ നടുവിൻ്റെ ഒരു വിഷയം വന്നത്. ഈ നടു പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല, വെട്ടി പൊക്കാൻ പറ്റത്തില്ല, അറിയാമല്ലോ, ഗിറ്റാർ തൂക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. എനിവേ, ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് മിനിസ്ട്രിയിൽ ചിലപ്പോൾ ദൈവം ഇത് അനുവദിക്കുന്നത് നമ്മുടെ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? നമ്മുടെ ഫ്ലഷിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കർത്താവ് കനിയാതെ ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം വ്യക്തമായി കർത്താവ് കഴിഞ്ഞ 4-5 ദിവസത്തിൽ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ ആ വിനയത്തോടെ, എന്നാൽ ദൈവം ഏൽപ്പിച്ചതൊന്നും മുടങ്ങാതെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അടുത്ത 1 മാസം, ഞാനിനി ജൂൺ 17-ാം തീയതി മടങ്ങി വരത്തുള്ളൂ. നിങ്ങൾ പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അടുത്ത 1 മാസം എന്ന്. അതുകൊണ്ട് നമുക്ക് 1 മാസത്തേക്ക് ബൈബിൾ സ്റ്റഡി ഇല്ല. ആ സമയം കൊണ്ട് നമ്മൾ ഏതാണ് അടുത്ത ബുക്ക് എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുക. അതുവേണ്ടി എനിക്കൊരു US ട്രാവലൊക്കെ ഉണ്ട്. ഒരു 12 മീറ്റിങ്ങിന് ബാക്ക് ടു ബാക്ക് അവിടെയും പ്രസംഗിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം ബലം തരും, ശക്തി തരും. എനിവേ, രാജസ്ഥാനിലെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. നമ്മുടെ ആക്സ് അവസാനിപ്പിക്കുമ്പോൾ നല്ലൊരു അവസാനം നമ്മുടെ ഇന്ത്യയിലെ ഒരു കാര്യങ്ങളും പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഔട്ട്ലൈൻ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് ഔട്ട്ലൈൻ എന്നുള്ളത്?
അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് നിങ്ങൾ എൻ്റെ സാക്ഷികൾ എവിടൊക്കെയാകും? ആദ്യം യെരൂശലേം, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം. അതാണ് സമ്മറി. ആ സമ്മറി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ വന്നു ചേർന്നിരിക്കുന്നത് അവസാനം പൗലോസ് റോമിൽ എത്താൻ പോവുകയാണ്, എത്തിക്കഴിഞ്ഞു. അവിടാണ് നമ്മുടെ അവസാനത്തെ ഭാഗം. ഇതാണ് നമ്മുടെ പൗലോസിന്റെ യാത്ര. യെരുശലേമിൽ തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞു, എവിടെയൊക്കെ ചെന്നു, അവസാനം ഇന്ന് നമ്മൾ മാൾട്ട കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, പിന്നെ സിറാക്യൂസെ അങ്ങോട്ട് പോകുന്നു, പിന്നെ പിട്ടോളി പോകുന്നു, അവസാനം റോമിൽ എത്തുന്നു. അതാണ് നമ്മുടെ ഇതുവരെയുള്ള യാത്ര നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങട്ടെ. സങ്കീർത്തനം 37-ന്റെ 4-5 നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഒരു പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ്. എന്താണ്? യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അവര് പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഹൃദയത്തിന്റെ ആഗ്രഹം. എന്നാൽ അതിന്റെ മറുവശം ഞാനൊന്ന് പറയട്ടെ. ഇത് തന്നെയാണ് പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കർത്താവിൽ രസിച്ചു. പൗലോസിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു കൊടുത്തു. എന്താണ് ആഗ്രഹം? റോമിൽ ചെന്ന് കർത്താവിന്റെ സുവിശേഷം അറിയണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമായി മാറുന്ന അവസ്ഥ. മനസ്സിലായോ? അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവം എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിപ്പിക്കാൻ പോവാണ്. എപ്പോഴാ? എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളാകുമ്പോൾ. മനസ്സിലായോ? വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം, എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും. അപ്പൊ എൻ്റെ നാമത്തിൽ ചോദിക്കണമെങ്കിൽ അവനിൽ വസിക്കണം. അവനിൽ വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവന്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളായി മാറും. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ച് ഒറ്റ ആഗ്രഹം, അന്നത്തെ ഏറ്റവും വലിയ പട്ടണമാണ് റോം. 2 മില്യൺ 20 ലക്ഷം പേരെങ്കിലും അവിടെ താമസിക്കുന്നു. പഴയ കാലത്ത് ഒരു നഗരത്തിൽ 10,000-ൽ മേളിൽ ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ മെഗാ സിറ്റിയാണ് 10,000. ഇത് 2 മില്യൺ. അപ്പോൾ അത്രയും ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് എങ്ങനെയെങ്കിലും സുവിശേഷം അവിടെ എത്തണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. അതിന് മുമ്പ് റോമിലേക്കുള്ള ലേഖനം എഴുതി കഴിഞ്ഞു, റോമ ലേഖനം എഴുതി കഴിഞ്ഞു എന്ന് ഓർത്തോണം. അപ്പോൾ അവിടെ ചെല്ലണം, അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹം. ആ ആഗ്രഹം കർത്താവ് സാധിപ്പിച്ചു കൊടുത്തു. എന്തിനുള്ള ആഗ്രഹമാണ്? എൻ്റെ സ്വന്തം താല്പര്യങ്ങളല്ല, പിന്നെയോ കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ കർത്താവ് സാധിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവെ നിന്റെ ഹൃദയത്തിൻ്റെയും നിന്റെ ആഗ്രഹങ്ങളും എൻ്റെ ആഗ്രഹങ്ങളായി മാറുവാൻ നീ സഹായിക്കണം. അത് ഞാൻ ആദ്യമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് കടക്കാം. 28-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 6 വരെ. അപ്പോൾ അവർ കപ്പൽ ഛേദം കഴിഞ്ഞ് രക്ഷപ്പെട്ടു നേരെ ദ്വീപിലെത്തി, മാൽത്ത എന്നുള്ള ദ്വീപ്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ച് മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല. കടലിൽ നിന്നും രക്ഷപ്പെട്ടതിനും നീതി ദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തിരുന്നു. വളരെ നേരം കാത്തിരുന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിച്ചില്ല എന്ന് കണ്ട് മനസ്സ് മാറ്റി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ കപ്പൽ ഛേദം കഴിഞ്ഞ് മെലീത്ത ദ്വീപിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബർബരന്മാർ, നേറ്റീവ്സ്, 2 കൈയും കൊടുത്ത് അവരെ സ്വീകരിച്ചു. അവർ വിശ്വാസികളല്ല എന്ന് ഓർത്തോണം. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ജാതികളുടെ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർ ക്രിസ്തീയ വിശ്വാസികളല്ല, അവർക്ക് കർത്താവുമായി ബന്ധമില്ല, പക്ഷെങ്കിൽ ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെക്കാട്ടിലും നല്ല അതിഥി സൽക്കാരം അവർ കൊടുക്കുന്ന പോലെ നമുക്ക് തോന്നും, അല്ലേ? എന്ന് പറഞ്ഞ പോലെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മാതാപിതാക്കളെ നോക്കുന്നതിനെക്കാട്ടിലും അവർ നല്ലപോലെ അവരുടെ മാതാപിതാക്കളെ നോക്കുന്നത് കാണാം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഭാര്യമാരെ സ്നേഹിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അവർ ഭാര്യമാരെ സ്നേഹിക്കുന്നതാണ്. ഇതിന്റെ കാരണം എന്നാന്ന് വെച്ചാൽ, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ദൈവം അവരുടെ ഹൃദയത്തിൽ എഴുതി കൊടുത്തിരിക്കുന്ന കോൺഷ്യൻസ് ആണ്. പിന്നെ അതിനോട് നോ പറയാൻ നമുക്ക് എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത്, അവർ ആ സൽക്കാരമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തീക്കകത്ത് വിറക് ഇടയ്ക്കിടയ്ക്ക് പെറുക്കിയിടണമല്ലോ. അതിനകത്ത് പൗലോസും കൂട്ടുകൂടുകയാണ്. ഞാനും പെറുക്കിയിടാം.
ആ പൗലോസിന്റെ വിനയം ഇപ്പോൾ ഓർത്തുകൊള്ളണം. ഇപ്പോൾ കപ്പലിന്റെ ലീഡറാണ് പൗലോസ്. പൗലോസ് പറയുന്ന പോലാണ് യൂലിയോസ് കേൾക്കുന്നത്. ആ ലീഡർ എന്നാൽ ഈ കപ്പൽ ഛേദം കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ അടങ്ങിയിരിക്കുന്നില്ല. താൻ എല്ലാവരുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണ്. ഒരു കർത്താവിൻ്റെ വേല ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പെഡസ്റ്റലിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കാൻ ദൈവം ഒരിക്കലും അനുവാദം തരുന്നില്ല. നമ്മൾ യേശുവിനെ പോലെ പൗലോസിനെ പോലെ ആളുകളുടെ ഒപ്പം, ആളുകളുടെ അതേ അവർ വിറക് പെറുക്കുവാണെങ്കിൽ നമ്മൾ വിറകുക, അവർ മറ്റേ ചെയ്യുവാണെങ്കിൽ നമ്മളും അത് ചെയ്യണം. അപ്പോൾ അവരുമായിട്ട് റിലേറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ലെസനാണ്. ചിലരാണെങ്കിൽ അങ്ങ് ദൈവവേലയിലായി കഴിഞ്ഞാൽ പിന്നെ അവനെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്ത് അവരുടെ ഇതിനകത്തോട്ടൊക്കെ കയറി വരണമെങ്കിൽ തന്നെ 4 ബോഡി ഗാർഡ്. അതൊന്നും ഒരു ആക്സസിബിലിറ്റി ഉള്ള ഒരു കാര്യമല്ല. അങ്ങനല്ല ദൈവമക്കൾ പ്രവർത്തിക്കേണ്ടത്. ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയുടെ ലൈഫിൽ നിന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഹി വാസ് വെരി ആക്സസിബിൾ. അവിടെ പെട്ടെന്ന് ഒരു അണലി കയറി കടിക്കുന്നു. അണലി കയറി കടിക്കുമ്പോൾ ആളുകൾ പറയുന്നു ഇത് നീതി ദേവിയുടെ പരിപാടിയാണ്. അപ്പോൾ ലോകം കാണുമ്പോൾ ഹൃദയങ്ങളെ അവർ കാണുന്നില്ല. അവർ എന്താണ് പുറം കാണുന്നത്? അവർ പുറം കാണുമ്പോൾ ദാ ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ നീതി അവൻ്റെ പിന്നാലെ, ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് ഇവൻ ജാതികൾക്കുണ്ട്. അതുകൊണ്ടാണ് വിശ്വസിക്കാത്തവർ പറഞ്ഞാൽ ദൈവം കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. ഏതാ എനിക്കിപ്പോൾ നിന്നോടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ദൈവം കാണുന്നു എന്ന് പറയുന്ന പോലെ സെൻസ് ഓഫ് ജസ്റ്റിസ് ഉണ്ട്. പക്ഷെ അവരാദ്യം പറഞ്ഞു എന്നാ ഇവൻ കൊലപാതകം തന്നെ. എന്നാൽ അണലി അവനെ കടിച്ചതിന് ശേഷം അവനൊന്നും സംഭവിച്ചില്ല. ഇത് അണലിയാണെന്നും ഇത് പോയ്സണസ് ക്രീച്ചർ ആണെന്നുള്ളത് ഉറപ്പാണ്. കാരണം ലൂക്കോസ് കൂടുണ്ട്. അന്നത്തെ കാലത്തെ വൈദ്യന്മാർ ഈ വിഷങ്ങൾ അല്ലെങ്കിൽ വിഷപ്പാമ്പുകളെ കുറിച്ച് നല്ലതുപോലെ പഠിച്ചിരിക്കണം. അന്നത്തെ ബേസിക് റിക്വയർമെൻ്റ് ആണ്. ഇന്നത്തെ ഡോക്ടേഴ്സിനെ പോലല്ല, അന്നത്തെ ഡോക്ടേഴ്സ് വിഷജന്തുക്കളെക്കുറിച്ച് നല്ലതുപോലെ പഠിച്ചിരിക്കണം. അപ്പോൾ പോയ്സണസ് സ്നേക്കാണ്. ചിലർ പറയും ഇപ്പം മാൾട്ട ദ്വീപിൽ പോയ്സണസ് സ്നേക്സ് ഒന്നുമില്ല. പക്ഷെങ്കിൽ ഇത് വളരെ ക്ലിയർ ആണ്. കാരണം അവിടുത്തെ ബർബരന്മാർക്കും ലൂക്കോസിനും വ്യക്തമായും അറിയായിരുന്നു ഇതൊരു അണലിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുമ്പോൾ കപ്പൽ ഛേദം വരത്തില്ല എന്നല്ല. കപ്പൽ ഛേദം വരും. ദൈവം തൻ്റെ പദ്ധതി നിവർത്തിക്കുന്നത് വരെ കപ്പൽ ഛേദത്തിൽ നിന്ന് വിടിപ്പിക്കും. മെലീത്ത ദ്വീപിൽ എത്തിക്കഴിയുമ്പോൾ എല്ലാം സുഖമാകും എന്ന് ആരും ചിന്തിക്കേണ്ട. ഈ ഉള്ള പാമ്പുകൾ കടിക്കേണ്ടതിനെല്ലാം ഈ പുള്ളിയെ മാത്രമാണല്ലോ കടിച്ചെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നത്. ബാക്കി എത്ര പേരുണ്ടായിരുന്നു? റിയൽ കൊലപാതകന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അണലി കടിച്ചോ? കടിച്ചില്ല. ആ കൂട്ടത്തിൽ അങ്ങേയറ്റത്തെ ക്രൂരന്മാരുണ്ടായിരുന്നു. അവരെ കടിച്ചോ? കടിച്ചില്ല. ഏറ്റവും അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ ക്രിമിനൽസ് ആണ് ഈ കൂട്ടത്തിലുള്ളത്. ഇവന്മാര് നിരപരാധിയായ കർത്താവിൻ്റെ ദാസനായ പൗലോസിനെ കടിച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവർ, ഈ യാത്രയിൽ ചിലപ്പോൾ ചില അണലികളൊക്കെ കയറി കടിക്കും. പക്ഷെങ്കിൽ റോമിൽ കർത്താവ് എത്തിക്കണം എന്ന് കർത്താവിൻ്റെ പദ്ധതിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? അതിനെ കുടഞ്ഞു കളഞ്ഞാൽ മതി. വേറെ ഒരു പരിപാടിക്കും പോകണ്ട. അതിനെ ജസ്റ്റ് കുടഞ്ഞു കളഞ്ഞാൽ മതി. ഈ പൗലോസിൻ്റെ ഈ കോൺഫിഡൻസ് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? കർത്താവ് വന്നിട്ട് രാത്രി പറഞ്ഞു, നീ എനിക്ക് വേണ്ടി കൈസറിന് മുമ്പിൽ നിൽക്കേണ്ടവനാ. ഒരൊറ്റ വാഗ്ദത്തം. അണലി വന്നാലും കപ്പൽ ഛേദം വന്നാലും കൊലപാതക ത്രച്ച് വന്നാലും ആളുകൾ അവൻ്റെ നേരെ കൂടിയാലും പൗലോസിന് യാതൊരു ഛേദമില്ലാത്തതിൻ്റെ കാരണം എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ, അതാണ് ഞാൻ ആരുടെയാന്നുള്ള കോൺഫിഡൻസ്. അതാണ് ഇവിടെയും കാണുന്നത്. അയ്യോ അണലി എന്നെ കടിച്ചേ എന്ന് പറഞ്ഞു. ചിലരാണെങ്കിൽ പാമ്പിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ കടിയേറ്റ ഫീലിംഗാണ്. കണ്ടിട്ടില്ലേ? ഇത് കടിച്ചു കഴിഞ്ഞിട്ടും കുടഞ്ഞു കളഞ്ഞു. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കയ്യെ ചുറ്റും. ഞാൻ പറയുന്നത് ലിറ്ററലി അല്ല, പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഡെസ്റ്റിനിയിൽ നിന്ന് നമ്മളെ ഒന്ന് മാറ്റാൻ ഇന്ന് രാവിലെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാണ്, അതിനെ കുടഞ്ഞുകള. അവരത് പറഞ്ഞു, ഇതിങ്ങനെ വന്നു, ബന്ധുക്കാർ ഇങ്ങനെ കയറി വന്നു, അവിടെ കയറി പിടിക്കാൻ നോ, അതിനെ കുടഞ്ഞുകള. നമുക്ക് റൂമിൽ എത്തേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ പുറകെ നടക്കാനോ അതിനെ തല്ലിക്കൊല്ലാൻ ഇതൊന്നും പറ്റത്തില്ല. അതിനെ തീയിലേക്ക് അങ്ങ് കുടഞ്ഞുകള. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ എന്തുമാത്രം മാറിക്കൊണ്ടിരിക്കുമെന്നറിയോ? കുറച്ച് സമയം മുമ്പാണ് പറഞ്ഞത് ഇവൻ കൊലപാതകനാണ്. ചാകാഞ്ഞത് കണ്ടപ്പം ഇവൻ ദേവനാണ്. പൗലോസ് ജീവിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ കൈയടിക്കോ മനുഷ്യൻ്റെ അഭിപ്രായത്തിന് വേണ്ടിയല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇങ്ങനെയും അങ്ങനെയും പറഞ്ഞാൽ പൗലോസിൻ്റെ ഗതിയിൽ നിന്ന് പൗലോസിനെ മാറ്റാൻ ആർക്കും പറ്റത്തില്ല. നേരത്തെ പുള്ളി ദേവനാന്ന് പറഞ്ഞ് നമുക്കറിയാമല്ലോ ആ സംഭവം ലൂസ്ത്രയിൽ സംഭവിച്ചത് നമുക്കറിയാം.
അപ്പോൾ എന്താ ചെയ്ത്? വസ്ത്രം കീറി. ഇപ്പോൾ ആദ്യം പറഞ്ഞു ഇവൻ കൊലപാതകന, പൗലോസിനെ അത് ബാധിക്കുന്നില്ല. പിന്നെ പറഞ്ഞു ഇവൻ ദേവൻ, അതും പൗലോസിനെ ബാധിക്കുന്നില്ല. പൗലോസിനെ സംബന്ധിച്ചോളം ഹി ഹാസ് ടു റീച്ച് റോം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണം ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ ചില ദിശകളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ, മനുഷ്യൻ്റെ അഭിപ്രായം കേട്ട് എങ്ങും പോകരുത്. ഇന്നലെ ഇങ്ങനെയാണെന്ന് പറയും, നാളെ ചക്കെന്ന് പറയും, പിറ്റേന്നാൾ കൊക്കെന്ന് പറയും, ഇവർ പലതും പറയും. ഈ ആളുകൾ പറയുന്നതിനനുസരിച്ച് നമ്മുടെ ഗതി മാറ്റാനൊക്കത്തില്ല. കർത്താവ് നമ്മളോട് എന്തോ പറഞ്ഞു, ആ വഴിക്ക് നടന്നോണം. വേറെ ഒന്നും നമുക്ക് വിഷയമല്ല. കാരണം എന്നാ? നമുക്കൊരു ലാക്കുണ്ട്. വി ഹാവ് എ ഗോൾ. ആ ലാക്കിലേക്ക് നാം പോകണം എന്നുള്ളത് അത്യാവശ്യമാണ്. ഓക്കെ, 7 മുതൽ 11 വരെയുള്ള വാക്യം. ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ച് കിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കപ്പൽ ഛേദം കഴിഞ്ഞു. മഴയും പ്രയാസവും എല്ലാം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. കപ്പൽ ഛേദം കഴിഞ്ഞു. അതിനുശേഷം പാമ്പ് കടി ഏറ്റു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ദ്വീപിൻ്റെ പ്രമാണി പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ ദ്വീപിൻ്റെ പ്രമാണി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അതിഥികളായി സ്വീകരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കപ്പൽ ഛേദം വരുമ്പോൾ പൗലോസ് ചിരിച്ചുകൊണ്ട് അവരോട് പറയാ, നിങ്ങളെ ശക്തിപ്പെടുക. കപ്പൽ ഛേദം, നോ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് കിട്ടുകയാണ് പുബ്ലിയോസിലും മലീത്തോ ദ്വീപിലും. എന്താണ് പൗലോസിന്റെ വളരെ സന്തോഷം, ചിരിയോടെ. അതാണ് പൗലോസ് പറഞ്ഞത്, ഏതവസ്ഥയിലും തൃപ്തനായിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഏതവസ്ഥയിലും. അപ്പോൾ കർത്താവിൻ്റെ വേലയിൽ നമ്മളായിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ 2 അല്ലെങ്കിൽ 5 ബസ് കയറി അവിടെ ചെല്ലുമ്പോൾ കൊതുക് കടി അടിക്കുന്ന ഒരു ക്ലാസ് റൂമിലായിരിക്കും നമ്മൾ ഉറങ്ങേണ്ടത്. അന്ന് കൊതുകിനെ തല്ലിക്കൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് വേണം. അടുത്ത പ്രാവശ്യം നമ്മളെ ചെല്ലുന്നതിന് മുമ്പ് റെഡ് കാർപ്പറ്റ് വെൽക്കമാണ്. അയ്യോ ബ്രദറെ, നല്ല റൂം, AC, എവറിത്തിങ് ഭയങ്കര ഇതാണ്, ഭക്ഷണം ഭയങ്കര. രണ്ടിലും തൃപ്തിപ്പെടാൻ നമ്മൾ ഹാപ്പി ആയിരിക്കണം. രണ്ടിലും, ഏതവസ്ഥയാണെങ്കിലും അതിൽ തൃപ്തിപ്പെടുവാൻ. ഞാൻ ഇന്ന് സാറോട് പറയാമെന്ന്, പലപ്പോഴും യൂത്ത് മീറ്റിങ്ങിനൊക്കെ പോകുമ്പം നമ്മൾ എങ്ങനെയാണ് വരുന്നത്, ആർക്കും ഒരു വിഷയമല്ല. നമ്മുടെ നടുവിന് പ്രശ്നമുണ്ടോ, ഒരു വിഷയമില്ല. ബ്രദർ ചാകാത്ത കാലത്തോളം വന്നങ്ങ് പ്രസംഗിച്ച് പൊക്കോണമെന്ന് ഒരൊറ്റ ഐഡിയയേ ഉള്ളൂ. ചിലരാണെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ ഈ നടുവേദന എന്ന് പറയുന്നതിന് മുമ്പ് വണ്ടി വിടണോ, ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ടുവരണോ, ഏതവസ്ഥയാണെങ്കിലും എന്താണ്, നമ്മൾ സന്തോഷത്തോണ്ടിരിക്കണം. അതാണ് പൗലോസ്. കപ്പൽ ഛേദം കഴിഞ്ഞപ്പോൾ നോ പ്രോബ്ലം, അത് കഴിഞ്ഞ് 5 സ്റ്റാർ ട്രീറ്റ്മെന്റ്, നോ പ്രോബ്ലം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ലാക്കിൽ നിന്ന് നമ്മൾ മാറത്തില്ല. അയ്യോ അവർ നമ്മളെ ഇങ്ങനെ സ്വീകരിച്ചില്ല, അവർ നമ്മളെ അങ്ങനെ കണ്ടില്ല, അവർ നമ്മളോട് ഇത് പറഞ്ഞില്ല, അത് പറഞ്ഞില്ല. ഇതൊന്നും ഒരു ശിഷ്യനെ സംബന്ധിച്ചോളം നമുക്ക് ഇതിനോടൊന്നും വി ഹാവ് നോ റൈറ്റ്സ്. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. എല്ലാത്തിലും തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ ഈ ഒരു ദയ പുബ്ലിയോസ് കാണിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത്? പുബ്ലിയോസിന്റെ അപ്പൻ അവിടെ അതിസാരമായി കിടക്കുന്നു, പനി പിടിച്ച് കിടക്കുന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്നു, പൗലോസിന് സൗഖ്യം ലഭിക്കുന്നു. അപ്പന് സൗഖ്യം ലഭിക്കുന്നു. സൗഖ്യം ലഭിച്ചത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നാട് മുഴുവൻ പാട്ടായി. പുബ്ലിയോസിന്റെ അപ്പൻ രോഗമായി കിടക്കുകയായിരുന്നു, സൗഖ്യം വന്നു, നിങ്ങൾ വന്നാട്ടെ. അപ്പോൾ കപ്പൽ ഛേദത്തിന് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം, പാമ്പ് കടിയിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം, പുബ്ലിയോസിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം, പുബ്ലിയോസിന്റെ അപ്പൻ രോഗമായി കിടക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം? അവന്റെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഗോഡ്സ് അജണ്ട അതാണ്. അതിന് കപ്പൽ ഛേദനം ഉപയോഗിക്കും, 5 സ്റ്റാർ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കും, പാമ്പ് കടി ഉപയോഗിക്കും, രോഗം ഉപയോഗിക്കും, സകലതും കർത്താവ് ഉപയോഗിക്കും. എന്തിനു വേണ്ടിയാണ്? തൻ്റെ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുവാൻ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ഇതെന്താ സംഭവിച്ചത് നമുക്ക് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട് കപ്പൽ ഛേദം വന്നു അറിഞ്ഞുകൂടാ, എന്തിന് ആക്സിഡന്റ് വന്നു അറിഞ്ഞുകൂടാ, എന്തുകൊണ്ട് രോഗം വന്നു അറിഞ്ഞുകൂടാ. പക്ഷെ ഇതിലൊക്കെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ചരിത്രം പറയുന്നത് എന്നാണെന്നറിയോ? ചരിത്രം പറയുന്നത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പൗലോസല്ലേ കൂടെ നിന്നത്. പൗലോസ് ആ കുറച്ച് ദിവസം കൊണ്ട് പുബ്ലിയോസ് മാനസാന്തരപ്പെട്ടു.
പുബ്ലിയോസ് മാനസാന്തരപ്പെട്ടെന്നല്ല, മെലീത്തയിലെ സഭ സ്ഥാപിക്കപ്പെടുകയും അവിടുത്തെ ആദ്യത്തെ പാസ്റ്ററും പുബ്ലിയോസ. അതാണ് ചരിത്രം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ പാസ്റ്റർ പുബ്ലിയോസ്, മെലീത്തയിലെ ആദ്യത്തെ ചർച്ച് പുബ്ലിയോസിൻ്റേത്. അതിൻ്റെ കാരണം എന്നാ? കപ്പൽ ഛേദം അതിൻ്റെ പുറകിലുണ്ട്, പാമ്പ് കടി അതിൻ്റെ പുറകിലുണ്ട്, സകലതും അതിൻ്റെ പുറകിലുണ്ട്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം അത് നടത്തും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സംഭവിക്കുന്ന ചില നല്ല കാര്യങ്ങളല്ലാത്ത എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ, കർത്താവ് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നത് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല. 3 മാസം അവിടെ താമസിച്ചു. അപ്പോൾ പൗലോസ് ആയതുകൊണ്ട് എനിക്ക് അതിശോക്തിയൊന്നുമില്ല. 3 മാസം കൊണ്ട് പുബ്ലിയോസിനെ അവിടുത്തെ ഒരു സൂപ്പർ ബൈബിൾ ടീച്ചറാക്കി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. 3 മാസം. കാരണം പൗലോസ് അറിയാമല്ലോ, ഉറങ്ങത്തില്ല, കഴിക്കത്തില്ല, രാവിലെ തൊട്ട് രാത്രി വരെ പഠിപ്പിച്ച് കാണും. 3 മാസം കൊണ്ട് ക്രാഷ് കോഴ്സ് ബൈബിൾ സ്റ്റഡി. അത് കഴിയുമ്പോഴത്തേക്ക് പുബ്ലിയോസ് ലീഡ് പാസ്റ്ററായി, ടീച്ചിങ് പാസ്റ്ററായി മാറും. അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതായിരിക്കണം നമ്മുടെ മെത്തേഡ് ഓൾസോ. ഓക്കെ, അപ്പം കണ്ടല്ലോ എവിടെയാണ് ഇപ്പം നമ്മൾ മെലീത്തയിൽ നിന്ന് സിറാക്യൂസിൽ നിന്ന് പുത്തില്യ. ഓക്കെ, അതാണ് റൂട്ട്. ഓൾറൈറ്റ്, ഇനിയിപ്പോൾ ഇനി അടുത്ത കണ്ടോണം. ഈ സുറാക്കൂസിൽ കരയേറി ഇറങ്ങി 3 നാള് പാർത്തു. എത്ര നാളകത്ത്? 3 നാള്. അവിടെ നിന്ന് ചുറ്റി ഓടി രഗ്യോനിൽ എത്തി. ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റ് അടിച്ചതിനാൽ പിറ്റേന്ന് പുത്യാലിയിൽ എത്തി. ഓക്കെ, പുട്ടോളി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ഞാനത് മലയാളത്തിൽ പറഞ്ഞാൽ ശരിയാകത്തില്ല. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോട് കൂടെ 7 നാൾ താമസിക്കണം എന്ന് അവൻ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. അവിടത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റ് വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളോട് കൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ കണ്ടോണം, സിറക്യൂസിൽ എത്തുകയാണ്. ഈ സിറക്യൂസിൽ എത്ര നാളാണ് നിന്നത്? 3 ദിവസം. ഈ 3 ദിവസം കപ്പൽ അവിടെ നിന്ന് സമയം കൊണ്ട് അവിടെ ഒരു സഭ പൗലോസ് സ്ഥാപിച്ചു. 3 ദിവസം. എന്തിനാ അവിടെ നിർത്തിയത്? ഞാനൊന്ന് ചിന്തിക്കാം, നമ്മളാണെങ്കിൽ ഒരു 3 ഡേ കപ്പൽ ഛേദവും കഴിഞ്ഞ് പാമ്പ് കടിയും കഴിഞ്ഞ് 3 ദിവസം കിട്ടിയാൽ നമ്മൾ എന്നാ ചെയ്യും? 3 ഡേ പിക്നിക്, വെക്കേഷൻ. നമുക്ക് എല്ലാം ഒന്ന് കണ്ട്, കാഴ്ചകളൊക്കെ കണ്ട് രസിക്കാം, ഒന്ന് എൻജോയ്, എല്ലാവരും എൻജോയ്. ഇത്രയും കഷ്ടപ്പെട്ടല്ലേ ഇവിടം വരെ എത്തിയത്. 3 ദിവസം ബ്രേക്ക് കിട്ടിയപ്പോൾ സഭ സ്ഥാപിക്കും. എന്തൊരു മനുഷ്യനായത്. 3 ദിവസം. ഞാൻ പറയാം, ബാക്കിയുള്ള എല്ലാം എന്ത് ചെയ്യുന്നതാണെന്ന് അറിയാം? ആ സമയം കൊണ്ട് കാഴ്ചകൾ കാണാൻ, പിക്നിക്ക്, ഭയങ്കര നമ്മുടെ ഫോട്ടോ എടുക്കാൻ എല്ലാം പോയി കാണും ഈ കാലത്തായിരുന്നെങ്കിൽ. ഈ 3 ദിവസം കൊണ്ട് അവിടെ സഭ സ്ഥാപിച്ചു. എന്തൊരു മനുഷ്യൻ. ഇതാണ് ചരിത്രം, സഭാചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അത് കഴിയുമ്പോൾ പുട്ടോളിയിലെത്തി. ഈ പുത്തല്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ശിഷ്യന്മാർ ഓൾറെഡി ഉണ്ട്. എങ്ങനെയാണ് അവർ ശിഷ്യന്മാർ ഓൾറെഡി എത്തിയത്? പ്രിയമുള്ളവരെ, അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ. നിങ്ങൾ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ ഭൂമിയുടെ അറ്റത്തോളം. അപ്പോഴത്തേക്ക് ചിതറി ചർച്ച. അപ്പോഴത്തേക്ക് പെട്ടെന്ന് എത്ര നാളായി? ഇത്രയ്ക്ക് വർഷം. അപ്പോഴത്തേക്ക് അറ്റം വരെ അങ്ങ് പോവുകയാണ്. അതുകൊണ്ടാണല്ലോ എപ്പോഴും പറയുന്നത്, മലയാളികൾക്ക് 2000 വർഷത്തെ ക്രിസ്തീയ പാരമ്പര്യം ഉണ്ടായിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും എത്തിയോ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതാകെ 1-2 വർഷമായുള്ളൂ. പൗലോസ് പിട്ടോളിൽ എത്തുന്നതിന് മുമ്പ് സുവിശേഷം അവിടെ എത്തി. അവസാനം റോമിലെത്തി കേട്ടോ. റോമിലെത്തി. അത് വളരെ സിമ്പിളായിട്ടാണ് പൗലോസ് എഴുതിയത്. അങ്ങനെ ഞങ്ങൾ റോമിലെത്തി എന്ന് പറഞ്ഞാൽ ഇത് നടക്കുമെന്ന് എനിക്കറിയാം എന്നാണ് പൗലോസ് പറയുന്നത്. ഇതിനു വേണ്ടിയാണല്ലോ ഇത്രയും ഞങ്ങൾ പുറപ്പെട്ടത്. വെരി ക്ലിയർ ആണ് പുള്ളിയുടെ അജണ്ട. എന്നിട്ട് പറയാം, രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് 43 മൈൽ നടന്ന് സഹോദരങ്ങൾ ഈ പൗലോസിനെ കാണാൻ എത്തി. അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ആവശ്യമൊന്നുമില്ല. കാരണം പൗലോസ് എന്തായാലും അവരെ പിന്നെ കാണും. പിന്നെ എന്തിനാ ഈ ചാടിപ്പിടിച്ച് അവിടം വരെ വന്നത്? പൗലോസിനെ കാണാനുള്ള വാഞ്ച. പൗലോസിനോട് ഇവർക്ക് എന്തുമാത്രം സ്നേഹമായിരുന്നെന്നറിയോ? കാരണം എന്നാ, ഈ ലേഖനം അവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി. ഏറ്റവും ദ മോസ്റ്റ് ഗ്ലോറിയസ് ഗോസ്പൽ എത്തിയത് ഈ റോമിലാണ്. ഇവർക്ക് പൗലോസിനെ കണ്ടേ തീരൂ. കാരണം ഇതുവരെ പുള്ളിയുടെ ലേഖനമേ കണ്ടിട്ടുള്ളൂ, പുള്ളിയെ കണ്ടിട്ടില്ല. പുള്ളിയെ കാണാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു ദിവസം മുഴുവൻ ഇവർ നടന്ന്, പിന്നെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 86 മൈൽ നടന്നു. ഇവരെന്തിനു വേണ്ടിയാ? പൗലോസിനെ ഒന്ന് കാണാൻ. അത്ര സ്നേഹമായിരുന്നു ഈ പൗലോസിനോട്. പൗലോസ് എന്താ പറയുന്നത്? കർത്താവേ, നീ നിന്റെ വാഗ്ദത്തം പരിപാലിച്ചതിനായി സ്തോത്രം. എന്നിട്ട് അവരെ ധൈര്യപ്പെടുത്തി. അതാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതാണ്
കർത്താവിൻ്റെ പദ്ധതികൾ കർത്താവ് നടപ്പിലാക്കിയിരിക്കും. എന്തെങ്കിലും ദൈവം എന്നോടും നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് സാധിപ്പിക്കും. സാഹചര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കപ്പൽ ഛേദവും പാമ്പ് കടിയാണെങ്കിലും ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തി ഇരിക്കും. ഈ യൂലിയോസിന് പൗലോസിനോടുള്ള സ്നേഹം കാരണം എന്ത് ചെയ്തെന്നറിയോ? ഈ പറഞ്ഞ അങ്ങേയറ്റം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നെ ഞങ്ങൾ മറ്റവരുടെ കൂടെ കൂട്ടുന്നില്ല, നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഒരാളെ തരാം, വീട് തടവില്ല, ഹൗസ് അറസ്റ്റ്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ഹെൽപ്പ് യൂലിയോസ് മുഖാന്തരം പൗലോസിന് കിട്ടി. എന്നാൽ ഇവിടത്തെ രസം എന്നാണെന്നറിയോ? ഇവിടെ കാവൽക്കാരുണ്ട്. ഈ കാവൽക്കാരെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു കൈ കാവൽക്കാരൻ്റെ കയ്യിലും ഒരു കൈ ഈ പറഞ്ഞ പൗലോസിൻ്റെ കയ്യിലുമാണ്. റോമൻ സാഹചര്യം അനുസരിച്ച് എല്ലാ 4 മണിക്കൂറും ഈ പറഞ്ഞ കാവൽക്കാരനെ മാറ്റും, അവിടുത്തെ ആ ഭടനെ മാറ്റും. അപ്പം എൻ്റെ മനസ്സിൽ പോകുന്നത് എന്നാണെന്നറിയോ? ഈ പടയാളി എല്ലാ 4 മണിക്കൂർ മാറുമ്പോഴേ പൗലോസ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയാണെന്നറിയോ? അടുത്ത പുള്ളി എൻ്റെ ചങ്ങലയ്ക്ക് ആരാണ് കെട്ടാൻ പോകുന്നത്. പുള്ളി ഇങ്ങനെ ഇരയെ കിട്ടുന്ന പോലെ, വിശന്നിരിക്കുന്ന ഇരയില്ലേ, അതുപോലെ ഈ 4 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ആളിനെ കാണും. എന്താണ് പൗലോസ് ഈ 4 മണിക്കൂർ ഇവരോട് പറയുന്നത്? അയ്യോ, പൗലോസ് കാത്തിരിക്കുക, അടുത്ത ആളിനോട് സുവിശേഷം പറയണം. സുവിശേഷം പറയും 4 മണിക്കൂർ. പൗലോസ് വിളിക്കും, നീ എന്താ ഇവിടെ? ഓ, ഞാനിങ്ങനെ ഇവിടെ. എന്തിനാ അവരിങ്ങനെ പിടിച്ചിട്ട്? ഇത് കാരണമാണ് പിടിച്ചിട്ടത്. നീ അങ്ങനെ തെറ്റ് ചെയ്തോ? ഇല്ല, തെറ്റൊന്നും ചെയ്തില്ല. പിന്നെ നീ എന്താ ഇവിടെ കിടക്കുന്നത്? കർത്താവിൻ്റെ സുവിശേഷം കാരണം. കർത്താവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് കേട്ടുണ്ടോ? അവർക്കറിയത്തില്ല, അവർ റോമാക്കാര്, അവർക്ക് ഒരു ഐഡിയ ഇല്ല. 4 മണിക്കൂർ കൊണ്ട് സുവിശേഷത്തിൻ്റെ ക്രാഷ് കോഴ്സ്. എന്നാൽ എന്താ സംഭവിക്കുന്നത്? ചിലർ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നില്ല. ഫിലോമോന്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ എന്താ പറയുന്നത്? അവിടെ പറയുന്നുണ്ട്, അവിടെയുള്ള, അതായത് റോമൻ പാലസ് ഗാർഡ്സിന്റെ ഇടയിൽ സുവിശേഷം എത്തിപ്പറ്റി. എങ്ങനെയാണ് സംഭവിച്ചത്? ഈ പറഞ്ഞ പൗലോസിന്റെ ചങ്ങലകൾ മുഖാന്തരം. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്ന ചങ്ങലകൾ ഉടനെ ആ ചങ്ങലകളെല്ലാം പൊട്ടട്ടെ, അതൊക്കെയല്ല അതിനകത്തെ വിഷയം. ആ ചങ്ങലയ്ക്ക് അകത്ത് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അത് മനസ്സിലാക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. ഫോർ ദ ഗോസ്പൽ ഐ ആം ഇൻ ചെയിൻസ്. അതാണ് പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എത്തത്തില്ല എന്ന് വിചാരിച്ച പടയാളികളുടെ ഇടയിൽ, റോമാഗൃഹത്തിൽ സുവിശേഷം എത്തി. കാരണം ഓരോ ആളുകളല്ലേ. ഇപ്പൊ 2-3 പേര് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടല്ലോ, ഈ മോബ് സൈക്കോളജി കാരണം ഈ സുവിശേഷം ഒന്നും പറയാനൊക്കത്തില്ല. ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് എളുപ്പമോ? അവരുടെ വീട്ടുകാര്യവും നാട്ടുകാരും ചോദിക്കും. അതിൻ്റെ ഇടയ്ക്കായിരിക്കും അവന് മോൻ അസുഖമെന്ന് പറയും, അവൻ മോന് വേണ്ടി പ്രാർത്ഥിക്കും, സുവിശേഷം പറയും. പറഞ്ഞ് അവസാനം ഈ പാലസ് ഗാർഡ്സിൻ്റെ അകത്ത് സുവിശേഷം എത്തി. അപ്പോൾ എല്ലാത്തിനകത്തും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. പൗലോസിന്റെ ആ മനോഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോണം. കപ്പൽ ഛേദം എന്തിനു വേണ്ടി ഉപയോഗിക്കും? സുവിശേഷത്തിന് ഉപയോഗിക്കും. അണലിയുടെ കടി എന്തിനു വേണ്ടി ഉപയോഗിക്കും? സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കും. പുബ്ലിയോസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും? സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കും. 3 ദിവസം സ്റ്റോപ്പ് ഓവർ എന്തിനു വേണ്ടി ഉപയോഗിക്കും? സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കും. എല്ലാ സാഹചര്യങ്ങളും പൗലോസ് സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കും. അത് കഴിയുമ്പോൾ റോമിൽ എത്തിക്കഴിഞ്ഞ ഉടനെ 3 ദിവസം എവിടാ? തടവില്ല. റോമിൽ അവസാനം എത്തി. ഒരു ബ്രേക്ക് എടുക്കണ്ടേ? 3 ദിവസം കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? അവിടെയുള്ള എല്ലാ പ്രമാണികളെയും വിളിച്ച് വരുത്തി. നമുക്കത് വായിക്കാം. 17 മുതൽ 22 വരെ. 3 ദിവസം കഴിഞ്ഞിട്ട് അവൻ യഹൂദന്മാരിൽ പ്രധാനികളായവരെ വിളിപ്പിച്ചു. അവർ വന്നുകൂടിയപ്പോൾ അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, ഞാൻ ജനത്തിനോ പിതാക്കന്മാരുടെ ആചാരങ്ങൾക്കോ വിരോധം ഒന്നും ചെയ്തിട്ടില്ലാതിരിക്കെ എന്നെ യെരുശലേമിൽ നിന്ന് ബദ്ധനായി റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ വിസ്തരിച്ചാറെ മരണയോഗ്യമായതോ ഒന്നും എന്നിൽ കാണായികയാൽ എന്നെ വിട്ടയപ്പാൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു. എന്നാൽ യഹൂദന്മാർ എതിർ പറകയാൽ ഞാൻ കൈസരെ അഭയം ചൊല്ലേണ്ടി വന്നു. എൻ്റെ ജാതിയുടെ നേരെ അന്യായം ബോധിപ്പാൻ എനിക്ക് യാതൊന്നും ഉണ്ടായില്ല താനും. ഇത് ഹേതുവായി നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്ന് വെച്ച് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചു. ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തം ആകുന്നു ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത്? ഇസ്രായേലിന്റെ പ്രത്യാശ നിമിത്തം. അവർ അവനോട്, നിന്റെ സംഗതിക്ക് യഹൂദിയിൽ നിന്ന് ഞങ്ങൾക്ക് എഴുത്തു വരികയോ സഹോദരന്മാരിൽ ആരും വന്ന് നിന്നെ കൊണ്ട് യാതൊരു ദോഷവും പറയുകയോ ചെയ്തിട്ടില്ല. എങ്കിലും ഈ മതഭേദത്തിന് എല്ലായിടത്തും വിരോധം പറയുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിനാൽ നിന്റെ മതം ഇന്നത് എന്ന് നീ തന്നെ
പറഞ്ഞു കേൾപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. 3 ദിവസം കൊണ്ട് കഴിഞ്ഞേ ഉള്ളൂ. അവിടെ ബ്രേക്ക് എടുക്കുന്നില്ല. ഉടനെ തന്നെ യഹൂദന്മാരെ വിളിച്ചു കൂട്ടുന്നു. ഇവിടാണ് പൗലോസിന്റെ ആ പാറ്റേൺ നമ്മൾ പിന്നെയും കാണുന്നത്. പണ്ട് ഏത് സ്ഥലത്ത് പൗലോസ് ചെന്നാൽ ആദ്യം ചെയ്യുന്നത് എന്നാ? ഈ പറഞ്ഞ ആലയത്തിലേക്ക്, യഹൂദന്മാരുടെ സിനഗോഗിൽ പോകും. അതാണ് ആദ്യത്തെ പ്രോസസ്സ്. അവിടുന്ന് പുള്ളിയെ അടിച്ചോടിക്കുമ്പോൾ ജാതികളുടെ ഇടയിൽ പോയി സുവിശേഷം പറയും. ഇതാണ് പ്രോസസ്സ്. പുള്ളിയുടെ ആ സ്ട്രാറ്റജിയിൽ പുള്ളി യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പോൾ റോമിലെത്തി സിനഗോഗിൽ പോകാൻ ഒക്കത്തില്ല. അവിടെ ആയിരക്കണക്കിന് യഹൂദന്മാരുണ്ടെന്ന് ഓർത്തോണം. വലിയ ജൂയിഷ് പോപ്പുലേഷനാണ്. എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എങ്ങും പോകാൻ പറ്റുന്നില്ല. വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? വീട്ടിലേക്ക് ഇവരെ എല്ലാം വിളിച്ചു വരുത്തി. ആദ്യം ആരെ വിളിച്ചേ? യഹൂദ പ്രമാണികളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ദാണ്ട് ഇതാണ് അവസ്ഥ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ആർക്കും എൻ്റെ നേരെ ഒന്നും ചുമത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, ശരിയാ, നിന്നെക്കുറിച്ച് ഞങ്ങളൊന്നും കേട്ടിട്ടില്ല, അവിടുന്ന് ഞങ്ങൾക്ക് എടുത്തു വന്നിട്ടില്ല, ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷെങ്കിൽ നീ എന്തിനു വേണ്ടി ഇവിടെ വന്നു? അപ്പോൾ എന്താ പറയുന്നത്? ഇസ്രയേലിൻ്റെ പ്രത്യാശ നിമിത്തം ഞാൻ ചങ്ങലയിലാണ്. ഇസ്രായേലിന്റെ പ്രത്യാശ ആരാ? അത് യഹൂദനോട് ചോദിച്ചാൽ അവർക്കറിയാം. അവരോട് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ പ്രത്യാശ? ഞങ്ങൾക്ക് ഒരു പ്രത്യാശയുണ്ട്, മശിഹ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ പ്രത്യാശ നിമിത്തമാണ് ഞാൻ ഈ ചങ്ങലയിൽ കിടക്കുന്നത്. ഈ പ്രത്യാശ ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ് അവസാനം ഇങ്ങനെ പറയുമ്പോൾ അവരോട് പറയാ, നീ പറയുന്ന ഈ മതം ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. പൗലോസ് ഇത് കേൾക്കാൻ കാത്തിരിക്കുകയല്ലേ? ഇതൊന്ന് കേൾക്കാൻ കാത്തിരിക്കുക. തുടങ്ങി പ്രസംഗം. ഒറ്റ പ്രസംഗമാണ്, പ്രസന്റേഷൻ ഓഫ് ദ ഗോസ്പൽ. എന്താണ് പ്രസംഗിക്കുന്നത് യഹൂദന്മാരോട്? ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെക്കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവർ പറഞ്ഞ് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞതെന്നാൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുകയും കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ചു മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറക എന്ന് പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞതിന് ശരി തന്നെ. ആകയാൽ ദൈവം തൻ്റെ ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. പെട്ടെന്ന് സുവിശേഷം പറയുകയാണ്. ഓക്കെ, എങ്ങനെയാണ് പറയുന്നത്? രാവിലെ തൊട്ട് സന്ധ്യ വരെ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ അപ്പോസ്തോലൻ്റെ അകത്തെ ഡ്രൈവ് എന്താ? ഇത്രയും ക്ഷീണിച്ച് തളർന്ന് അവസാനം റോമിലെത്തുമ്പോൾ ഒരു സെബാറ്റിക്കൽ എടുക്കേണ്ട സമയമായില്ലേ? സെബാറ്റിക്കൽ, നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞ സെബാറ്റിക്കൽ. എന്തുകൊണ്ടാണ്? റോമിലെത്തി, ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ്, എനിക്ക് ആരെയും എന്തായാലും കാണാൻ പറ്റത്തില്ല, എല്ലാം എനിക്ക് വിരോധമാണ്, എനിക്ക് അനുകൂലമായി യാതൊരു സാഹചര്യവുമില്ല. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എല്ലാവരെയും വിളിച്ച് വീട്ടിൽ കൊണ്ടുവരും. അതാണ് അപ്പോസ്തലൻ. എന്നിട്ട് എങ്ങനെയാ? ഞാൻ നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോ, നിങ്ങൾ സ്ഥലം വിട്ടോ എന്നല്ല പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഹി ട്രൈ ടു പെർസ്വേഡ് ദം. യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവരെ പെർസ്വേഡ് ചെയ്യാൻ ശ്രമിക്കുക, രാവിലെ തൊട്ട് സന്ധ്യ വരെ. നമ്മളാണെങ്കിൽ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞാൽ, നിനക്ക് വേണേ നീ വിശ്വസിക്കടാന്ന് പറയും, അല്ലേ? 2 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നീ വേണമെങ്കിൽ മതിയടാ. ചിലപ്പോൾ നമ്മൾ അടിയും കൂടെ ഉണ്ടാക്കും. എൻ്റെ ഒരു സ്നേഹിതൻ, നല്ലൊരു സ്നേഹിതനാണ്, അവനെക്കുറിച്ച് പറയുന്ന, അവനെ ഒരുത്തനോട് സുവിശേഷം പറയാൻ വന്ന, എന്നിട്ട് അവനെക്കുറിച്ച് പറയാണ്, അവൻ സുവിശേഷം പറഞ്ഞ് അവനെ തല്ലിയെന്ന്. എന്നിട്ട് പറയാം, സാധാരണ പെർസിക്യൂഷൻ തിരിച്ചാ. നമ്മൾ സുവിശേഷം അങ്ങോട്ട് പറയുമ്പോൾ വിശ്വസിക്കാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തല്ലു മേടിക്കും. ഇവൻ പറഞ്ഞ് അവൻ ചുബിതനായി അങ്ങോട്ട് അടിക്കും. കാരണം ഇവനോട് പറഞ്ഞിട്ടൊന്നും ഇവന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളാണെങ്കിൽ അങ്ങ് ക്ഷമ നഷ്ടപ്പെടും. രാവിലെ തൊട്ട് സന്ധ്യ വരെ എന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞവരെ പ്രബോധിപ്പിക്കാൻ. അപ്പോൾ അവരുടെ പ്രവാചകന്മാരിൽ നിന്നും മോശയുടെ ന്യായപ്രമാണത്തിൽ നിന്നും വളരെ വ്യക്തമായി പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുവിശേഷം എവിടൊക്കെ പ്രസംഗിക്കപ്പെടുന്നു അവിടെ എല്ലാം ഒരു ഭയങ്കര ഡിവിഷൻ ഉണ്ടാകും. ദ ഗോസ്പൽ ഓൾവേസ് ഡിവൈഡ്സ്. ഒരു കുടുംബത്തിൽ സുവിശേഷം ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിലപ്പോൾ ഒരു കൂട്ടർ വിശ്വസിക്കും, ഒരു കൂട്ടർ വിശ്വസിക്കത്തില്ല. എന്നും അങ്ങനെയാണ് കാര്യങ്ങൾ. ചിലർ വിശ്വസിച്ചു, ചിലർ വിശ്വസിച്ചില്ല. അപ്പോൾ എന്താണ് പൗലോസ് പറയുന്നത്? വിശ്വസിക്കാത്തവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ചെവി ഉണ്ടായിട്ടും കേൾക്കത്തില്ല, കണ്ണുണ്ടെങ്കിലും കാണത്തില്ല, ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് തന്നെ. എല്ലാം ഉണ്ട്. കേട്ടില്ലയോ? കേട്ടു. എത്ര പ്രസംഗം കേട്ടു? അറിഞ്ഞുകൂടാ.
എത്രമാത്രം സാക്ഷ്യങ്ങൾ കേട്ടു അറിഞ്ഞുകൂടാ. എത്ര പ്രാവശ്യം പള്ളി വന്നു, വയസ്സ് ഇത്രയുമായി, എന്നിട്ടും മുഴുവനായി കർത്താവിൻ്റെ കയ്യിലേക്ക് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഹൃദയങ്ങളെ കഠിനമാക്കി ഹൃദയങ്ങൾ തടിച്ചിരിക്കുന്ന ഫറവോൻ്റെ മനോഭാവം അനേകരും ഇന്നുണ്ട്. കേൾക്കാത്തതിൻ്റെ കുറവല്ല, പക്ഷെങ്കിൽ അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഹൃദയം തടിച്ചിരിക്കുന്ന മനോഭാവം. ഇന്ന് കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുന്നവർ കർത്താവിൻ്റെ സുവിശേഷത്തോട് പ്രതികരിക്കണം. എന്നിട്ട് എന്താ പറയുന്ന പൗലോസ്? നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ട് ജാതികളുടെ ഇടയിൽ, നിങ്ങളായിരുന്നു ജാതികളിലേക്ക് ഈ അനുഗ്രഹത്തെ പാസ് ചെയ്യേണ്ടത്, പക്ഷെ നിങ്ങളത് ചെയ്യാഞ്ഞതുകൊണ്ട് മശിഹ വന്നപ്പോൾ സഭയിലൂടെ ദൈവം അത് ജാതികളുടെ ഇടയിലേക്ക് ആ അനുഗ്രഹത്തെ കൊടുത്തു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഇസ്രയേലിൻ്റെ റിജക്ഷൻ ഓഫ് ക്രൈസ്റ്റ് അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അവൻ മേഘാരൂഢനായി വരുമ്പോൾ എല്ലാ കണ്ണും കാണും. എന്താണ് പറയുന്നത്? അവനെ കുത്തി തുളച്ചവരും അവനെ കാണുമ്പോൾ അവങ്കിലേക്ക് അവൻ തിരിയും. അത് പ്രവചനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു രാജ്യമായി മുഴുവൻ, ഇപ്പോൾ ഇസ്രായേലിൻ്റെ അനേകർ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിലും ആസ് എ നേഷൻ അവർ കർത്താവിലേക്ക് തിരിയുന്നത് കർത്താവ് രണ്ടാമത് അവരെ രക്ഷിക്കാൻ വേണ്ടി മേഘങ്ങളെ കീറി വരുമ്പോൾ അവർ വിശ്വസിക്കും. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നൊരു ഭാഗം, അവസാനത്തെ വാക്യങ്ങളിലേക്ക് നമ്മൾ തിരിയുക. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെ ഒക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പോൾ 2 വർഷം തടവില്ല. അപ്പോൾ ഞാനോ നിങ്ങളായിരുന്നെങ്കിൽ പറഞ്ഞാൽ, കർത്താവെ, ഇതിനു വേണ്ടിയാണോ എന്നെ റോമിൽ കൊണ്ടുവന്നേ? ഞാൻ ഇവിടെ വലിയ പബ്ലിക് മിനിസ്ട്രി നടത്തി 4 പ്രോഗ്രാമും കൺവെൻഷനും രാത്രി മീറ്റിങ്ങും എല്ലാ പരിപാടിയും നടത്തി ഇവിടെ മുഴുവൻ ഇളക്കി മറിക്കാൻ വന്നതാ. നിനക്ക് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എന്തുവാ? 2 വർഷം വീട്ടിനകത്ത് ഹൗസ് അറസ്റ്റ്. ഇന്നാണെങ്കിൽ ഹൗസ് അറസ്റ്റ് കോഡ് പോലായിരുന്നെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെബ് ക്യാം തുറക്കുന്നു, നമ്മൾ സെഷൻ തുടങ്ങുന്നു, അനേക ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കൂടുന്നു. അന്ന് എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റത്തില്ല. വീട്ടിൽ ഫുൾ അറസ്റ്റ്. വാട്സാപ്പില്ല, ഒരു മെസ്സേജ് അയക്കുക ഒന്നും പറ്റത്തില്ല. എഴുതാൻ പറ്റും, അങ്ങോട്ട് ആരെങ്കിലും വന്നാൽ പ്രസംഗിക്കാൻ പറ്റും, വേറെ ഒന്നുമില്ല. എന്നിട്ട് എന്താ ചെയ്തേ? ഈ 2 വർഷം പൗലോസ് എന്നാ ചെയ്തേ? 2 വർഷം ഉള്ളവരെല്ലാം വിളിച്ചു വരുത്തി സുവിശേഷം പറഞ്ഞു. അനേകർ വിശ്വസിച്ചു. പഴയ ആളുകളോട് സുവിശേഷം പറഞ്ഞു, അവർ വിശ്വസിച്ചു. അങ്ങനെ അനേകർ കർത്താവിലായി. പിന്നെ എന്ത് ചെയ്യുന്നറിയോ? 4 ലേഖനങ്ങൾ എഴുതി. എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലേമോൻ. 4. എത്ര വർഷം കൊണ്ടാ? 2 വർഷം കൊണ്ട്. 2 വർഷം. കർത്താവിനെ അറിഞ്ഞിട്ട് എത്ര നാളായി പ്രിയമുള്ളവരെ? എത്ര നാളായി? 2 വർഷത്തിൽ കൂടുതലായോ? 2 വർഷത്തിൽ കൂടുതലായോ? 2 വർഷം വീട്ടിനകത്ത് അനങ്ങാൻ വയ്യാതെ ഇരുന്ന പാർട്ടി എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് നോക്കിയേ. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇന്ന് നമ്മുടെ എക്സ്ക്യൂസ് എന്നാ? ഈ ജോലി തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് എപ്പോഴാ? ഒരിക്കലും സമയം കിട്ടത്തില്ല. ജോലി തിരക്കെല്ലാം കഴിയുമ്പോഴത്തേക്ക് റിട്ടയർഡ് ആവും. പിന്നെ കാല് നീട്ടി വെക്കാനേ ഒക്കത്തുള്ളൂ, അനങ്ങാൻ പോലും പറ്റത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം ദൈവം ഒരു അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, യൂട്ടിലൈസ് ഇറ്റ്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി പിള്ളേരെല്ലാം വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി, അവരൊരു നിലയിലെത്തി. നമ്മുടെ ലോണും ഹോം ലോണും എല്ലാം അങ്ങോട്ട് അടച്ച് തീർത്ത് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ആ വീട്ടിന്, എൻ്റെ പ്രിയമുള്ളവരെ, എന്ത് ചെയ്യാൻ പറ്റും? അന്ന് പോകാൻ ആഗ്രഹം കാണും, കാലെടുത്ത് വെച്ചാൽ മുമ്പോട്ട് ശരീരം പോകത്തില്ല. ആവുന്ന കാലം എല്ലാം അനുകൂലമായിട്ട് കർത്താവിൻ്റെ വില ചെയ്യാൻ പോയാൽ ഒരിക്കലും ഈ പരിപാടി നടക്കത്തില്ല. വീട്ടിലെ കാര്യങ്ങളെല്ലാം ശരിയായ ശേഷം, ശരീരത്തിലെ രോഗങ്ങളെല്ലാം മാറിയ ശേഷം, എല്ലാ കാര്യങ്ങളും ഇതിന് ശേഷം നടക്കത്തില്ല. ദെൻ യു ക്യാൻ ഓൺലി ഗിവ് ഗോഡ് യുവർ ലെഫ്റ്റ് ഓവേഴ്സ്. അത് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുക്കണമെങ്കിൽ ഇപ്പം ആയിരിക്കുന്ന സാവകാശത്തിൽ, കർത്താവ് തന്നിരിക്കുന്ന സാഹചര്യത്തിൽ, ആ പരിമിതികൾക്കകത്ത് അതിന് ഹൗസ് അറസ്റ്റ് ആണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഒരു വീട് നോക്കുന്ന അല്ലെങ്കിൽ ഒരു ഹോം മേക്കർ ആണെങ്കിലും വീടിൻ്റെ 4 മതിലുകൾക്കകത്താണെങ്കിലും യു ക്യാൻ ബി എ പവർ ഹൗസ് ഫോർ ഗോഡ്. ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. അല്ല നാട്ടിലെല്ലാം അങ്ങ് നടന്ന് പ്രസംഗിക്കേണ്ട, അത് ചിലരുടെ മേലുള്ള കോളിങ്ങാണ്. യു ക്യാൻ ബി എ പവർ ഹൗസ് ഫോർ ഗോഡ്. വീട്ടിൽ വരുന്ന ആളുകളോട് സുവിശേഷം പറയല്ലോ, സ്ത്രീകളോട് സുവിശേഷം പറയാം, ഫോണിൽ കയറി പ്രാർത്ഥിക്കുക, എന്തൊക്കെ ചെയ്യാം. യു ക്യാൻ ഡു സോ മച്ച്. 4 ലേഖനങ്ങളും പിന്നെ റോമിലെ പടയാളികളോടും സുവിശേഷം പറഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ പൗലോസിനെ വിട്ടയച്ചു.
2 വർഷം കഴിഞ്ഞപ്പോൾ പൗലോസിനെ വിട്ട്. ഞാൻ ഓർക്കുക, കാരാഗ്രഹത്തിനകത്ത് പുള്ളി ഇത് കാണിച്ചെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ കൂട്ടിനകത്തിട്ട സിംഹത്തിനെ പോലെ ആയിരുന്നേനെ പുറത്തോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞപ്പം പൗലോസിനെ അവിടെ മുഴുവൻ തിരിച്ചു വെച്ച് കാണുമെന്നാണ് എൻ്റെ. പക്ഷെ അത് എന്താണെന്നുള്ളത് പറയുന്നില്ല. ഓക്കെ, ചരിത്രം നമ്മൾ നോക്കുന്നത്, ഇപ്പം നമ്മൾ കാണുന്ന വിഘ്നം കൂടാതെ, യാതൊരു തടസ്സവും കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ശ്രദ്ധിച്ചു കേട്ടണം. ഇനി ഞാൻ തടവിലായാലും നിങ്ങൾ തടവിലായാലും, നമ്മുടെ ഓർഗനൈസേഷൻ മുഴുവൻ ആളുകൾ പൂട്ടിച്ചാലും, നമ്മുടെ സഭയുടെ മണ്ടയ്ക്ക് കൊണ്ട് അവർ ഒരു പൂട്ടിട്ടാലും, ദൈവത്തിൻ്റെ വചനം വിഘ്നം കൂടാതെ പടർന്ന് പന്തലിക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ദ ഗോസ്പൽ വിൽ ഗോ ആൻഡ് മൂവ് അൺഹിൻഡേർഡ്. ആരും സംശയിക്കരുത്. ഇന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നവനെ കൊണ്ട് കാരാഗ്രഹത്തിലിട്ടാലും, അവൻ്റെ തല വെട്ടിയാലും, നമ്മുടെ ഈ ഓർഗനൈസേഷൻസ് എല്ലാം നാളെ അവർ പൂട്ടിച്ചാലും, സഭകളുടെ മേൽ ഇനി നിങ്ങൾ ആ വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞാലും, ദൈവത്തിൻ്റെ വചനത്തെ ലോക്ക് ചെയ്യാൻ ഒരു മനുഷ്യന് ഒക്കത്തില്ല. ഇനി അഥവാ ഈ പറയുന്ന പ്രസംഗകൻ അകത്ത് പോയാൽ പൗലോസിനെ പോലെ അകത്തുള്ളവനും മാനസാന്തരപ്പെടും. നമ്മുടെ യായിറോസ് പറഞ്ഞതുപോലെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ കാണും ആളുകൾ. നല്ല സാക്ഷ്യമുണ്ട് കേട്ടോ. ഞാൻ ഈയിടെ ഒരു ദൈവദാസൻ തടവിലായ കാര്യം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കേട്ടു. അകത്തിരുന്നവനോട് സുവിശേഷം പറഞ്ഞ് അവിടെ കടന്ന് വലിയ പാർട്ടികളൊക്കെ മാനസാന്തരപ്പെട്ട കഥ ഞാൻ ഈയിടെ കേട്ടു. അത് ഞാൻ പിന്നെ ഒരിക്കൽ നിങ്ങളോട് ഷെയർ ചെയ്യാം, അല്ലെ പുള്ളിയെ തന്നെ വിളിക്കുക. ഇതാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. അതിനെ ലോക്ക് ചെയ്യാൻ ഒക്കത്തില്ല. ബൈബിൾ മുഴുവൻ അകത്ത് കയറ്റത്തില്ലെന്നല്ലയോ അന്ന് പണ്ട് സോവിയറ്റ് യൂണിയനിൽ പറഞ്ഞത്, അല്ലേ? ബൈബിള് അകത്ത് കയറ്റത്തില്ല, ഞങ്ങൾ കയറ്റത്തില്ല. വല്ലതും നിർത്താൻ പറ്റിയോ? എവിടെ നിർത്താൻ പറ്റിയോ? ചൈനയെ പറഞ്ഞു, നിങ്ങൾ ഈ സാധനം കൊണ്ടുവന്നേക്കരുത് ചർച്ചിന്. കൊള്ളാം, ഇന്നത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ച് ചൈനയിലെ അണ്ടർഗ്രൗണ്ട് ചർച്ചാ, അല്ലയോ? ഇറാന് പറഞ്ഞു, എന്താ പറഞ്ഞു, നിങ്ങളുടെ ഈ സാധനം ഞങ്ങൾ അതാണ് ക്രിസ്ത്യൻ. ഇറാന്റെ ചർച്ചാണ് അവർ പറയുന്നത് ഹെൽത്തിയസ്റ്റ് ചർച്ച് ഇൻ ദ വേൾഡ്. എങ്ങനെ ഉണ്ടായത്? അപ്പൊ ദൈവത്തിന്റെ വചനത്തിനെ ആർക്കും ലോക്ക് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ആര് ജയിച്ചാലും ആര് തോറ്റാലും പ്രയാസങ്ങളൊക്കെ കാണും, പ്രയാസമൊന്നും ഇല്ലാതൊന്നും ഒരു പരിപാടി നടക്കത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനത്തിനെ ആർക്കും തടുക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ പടന്നു. എന്നാൽ ഇവിടെ നമ്മളോടുള്ള ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാം. ഓക്കെ, 29 സെഷൻ അറ്റൻഡ് ചെയ്ത ദൈവമക്കളെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ടോണം. The church has passed the baton through many hands down the centuries to us. Will the future generations find that we ran our segment of the race faithfully? ഒറ്റ ചോദ്യം. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ദൈവസഭ ഈ സുവിശേഷത്തിൻ്റെ ഈ ബറ്റോൺ ഫെയ്ത്ത്ഫുൾ ആയിട്ട് കൈമാറി യേശുക്രിസ്തുവിൽ നിന്ന് തുടങ്ങിയത് അപ്പോസ്തലന്മാരുടെ, പൗലോസിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ, അടുത്ത ആളുകളിലേക്ക്, മിഷണറി, നമ്മുടെ പിതാക്കന്മാരിലൂടെ നമ്മുടെ കയ്യിലെത്തി. അടുത്ത തലമുറ നമ്മളെ കണ്ടിട്ട്, ഓ, ഞങ്ങളുടെ മുമ്പേ പോയ പിതാക്കന്മാർ, അവരുടെ ആ സെഗ്മെന്റ് ഉണ്ടല്ലോ, ആ സെക്ഷൻ, ആ 70 വർഷം അവർ ശരി കൂടി എന്ന് പറയുമോ? ഒറ്റ ചോദ്യം. They were faithful in running their segment faithfully. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലാണ് ഞാൻ നിർത്തുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എന്നോട് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഈ അപ്പോസ്തല പ്രവൃത്തികൾ അവസാനിക്കുന്നത് ഒരു എൻഡിങ് ഇല്ലാതെ, അല്ലേ? ഒരു എൻഡിങ് ഇല്ലാതെ. അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? അത് തുടർന്നുകൊണ്ടിരിക്കുന്നതാ. 29ാമത്തെ അധ്യായമാണ് ഞാനും നിങ്ങളും. വി ആർ ചാപ്റ്റർ 29. എന്താണ്? ഈ പറഞ്ഞ വചനം പടർന്ന് പന്തലിക്കണം. പക്ഷെങ്കിൽ അടുത്ത തലമുറ പറയേണ്ടത് എന്താ? ഓ, ഞങ്ങളുടെ മുമ്പേ പോയവരുണ്ടല്ലോ, അവർ വിശ്വസ്തമായി അവരുടെ സെഗ്മെന്റ്, അവർ വലിയ കാര്യങ്ങൾ ചെയ്യുന്നല്ല, അവരുടെ സെഗ്മെന്റ് അവർ ഓടിത്തീർത്തു. ഞങ്ങൾക്ക് തലമുറയായി കൈമാറിയ സുവിശേഷം അത് പറയണം. അതാണ് നമ്മുടെ ജോലി. ഈ വലിയ ചെയിനിൽ നമ്മളൊരു കണ്ണി മാത്രമാണ്. ആ കണ്ണി ശരിക്കും അങ്ങ് ഓടിക്കണം. മുമ്പുള്ള കണ്ണിയെക്കുറിച്ച് ഞാൻ റെസ്പോൺസിബിൾ അല്ല, ഇനി വരാനുള്ള കണ്ണി ഞാൻ റെസ്പോൺസിബിൾ അല്ല. പക്ഷെ എൻ്റെ തലമുറയിൽ, അതുകൊണ്ടാണല്ലോ അവധിനെ കുറിച്ച് പറഞ്ഞ, അവൻ്റെ തലമുറയിൽ, ഇൻ ഹിസ് ജനറേഷൻ ഹി അക്കംപ്ലിഷ്ഡ് ദ പർപ്പസസ് ഓഫ് ഗോഡ്. നമ്മുടെ തലമുറയിൽ നമ്മളത് ചെയ്യുന്നുണ്ടോ? പ്രിയമുള്ളവരെ, വെരി സീരിയസ് ക്വസ്റ്റ്യൻ. എൻ്റെ ജനറേഷൻ ഞാൻ ചെയ്യുന്നുണ്ടോ? വേറെ ഒന്നും ചിന്തിക്കണ്ട. അവൻ ചെയ്യുന്നുണ്ടോന്നോ എൻ്റെ പിതാവ് ചെയ്തോന്നോ അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മളത് ചെയ്യുമോ? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ. So though the story ends, the story still continues. അതാണ് അപ്പോസ്തല പ്രവൃത്തി. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നും
അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമാണ്. ദൈവത്തിൻ്റെ വചനം ഇന്നും ജീവിതങ്ങളെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടൊക്കെ പ്രസംഗിക്കപ്പെടുന്നു, എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും കപ്പാസിറ്റിയോ മെറിറ്റോ കഴിവിനകത്തൊന്നും ഒരു വിഷയമില്ല. ഈ വചനം എവിടെ പ്രസംഗിക്കുന്നോ മാനസാന്തരം ഉണ്ടാകുന്നുണ്ട്. യാതൊരു സംശയം വേണ്ട. അത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. പക്ഷെങ്കിൽ അത് എഴുന്നേറ്റ് പ്രസംഗിക്കണം, പറയേണ്ടത് പറയണം, ചെയ്യേണ്ടത് ചെയ്യണം, വേലയുടെ പുറകിൽ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം, ആളുകളെ ഉയർത്തണം. ദാറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി. എൻ്റെ തലമുറയിൽ, എൻ്റെ സെഗ്മെൻറ്റ്. ഞാൻ ഇതൊന്ന്, ഈ ഫോട്ടോ ഒന്ന്, ഇന്നലെ കിട്ടിയ ഫോട്ടോ ഒന്ന് കാണിച്ച് ഞാൻ നിർത്താം. ഈ ഫോട്ടോ നാട്ടിലെ കൺവെൻഷൻ അല്ല, രാജസ്ഥാനിൽ കേസരിയാജ് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ പീക്ക് സമ്മറിലെ അവർക്ക് കൂടാൻ ഒക്കത്തുള്ളൂ. രാജസ്ഥാനിലെ പീക്ക് സമ്മർ എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ 39 ഡിഗ്രി ആയപ്പോഴേ ഇവിടെ ആളുകൾ ക്ഷയിച്ച് താഴെ കിടക്കുകയാണ്. അവിടെ പീക്ക് സമ്മർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ടെമ്പറേച്ചർ, പീക്ക് സമ്മറിലെ കൂടാനൊക്കത്തുള്ളൂ. കാരണം അപ്പോഴേ അവരുടെ വയലിലെ വർക്ക് നിർത്തത്തുള്ളൂ. കേത്തിലെ വർക്ക് നിർത്തിയാൽ മാത്രമേ അവർക്ക് മീറ്റിങ്ങിന് വരാനുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ സമയത്ത് മാത്രമേ കൺവെൻഷൻ നടക്കത്തുള്ളൂ. ഈ കൺവെൻഷനിൽ ഇവിടെ നടക്കുന്നത് നമ്മുടെ ഫയർ മാത്യു ആണ് പ്രസംഗിക്കുന്നത്, അപ്പയാണ് താഴെ. ഈ പറഞ്ഞ ഈ കൺവെൻഷൻ നമ്മുടെ ഒരു സ്നേഹിതൻ കൊച്ചിയിലുള്ള ഉണർവിൻ്റെ കൊച്ചിയിലെ തോംസൺ ഇതിനു വേണ്ടി പോയി. ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ മിഷൻ ഫീൽഡ് ഒന്നും കണ്ടിട്ടില്ല, ഞാൻ അപ്പയുടെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് പോകാൻ പറ്റത്തില്ല, കാരണം എനിക്ക് യാത്രയുണ്ട്. അതുകൊണ്ട് തോംസൺ പറഞ്ഞു ഞാൻ പോയി. തോംസണും എൻ്റെ അനന്തരവൻ കോബിയും കൂടെ പോയത് അപ്പയ്ക്ക് കൂട്ട്. അവർ പോയി. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തെ PG ജോണങ്ങളും ഇവർ 3 പേരും കൊണ്ടാണ് അപ്പയ്ക്ക് കൂട്ടുപോയത്. തോംസൺ ഇന്നലെ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിനകത്ത് ഇപ്രകാരം എഴുതിയ, ഞാൻ ഇപ്പോഴാണ് ഒരു മിഷൻ ഫീൽഡ് കാണുന്നത്. ബാവുച്ചാൻ അനേക വർഷങ്ങൾ കർത്താവിന് വേണ്ടി വില കൊടുത്തതിൻ്റെ ഒരു സ്മോൾ സ്നാപ്ഷോട്ട് എനിക്ക് ഇന്നലെ കാണാൻ പറ്റി. കൺവെൻഷനിൽ അനേക ആയിരങ്ങൾ സത്യദൈവത്തെ ആരാധിക്കുന്നു. ഒരൊറ്റ വിശ്വാസിയില്ലാഞ്ഞ സ്ഥലമാണ്. ഡോക്ടർ ജേക്കബ് മുതൽ രാജസ്ഥാനിൽ വില കൊടുത്തു പോയി. ഇന്ന് 35 വർഷം കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൺവെൻഷന് വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ നമ്മുടെ ഗ്രൗണ്ടിന് പറ്റുന്നില്ല. അവിടുത്തെ ഇവിടെ നമ്മൾ പറയുന്നത്, അയ്യോ ആള് വരുമോന്ന് ഇപ്പം ആളുകൾ കൺവെൻഷന് വരുന്നില്ലെന്നാണ് പറയുന്നത്. അയ്യോ കൺവെൻഷൻ വന്നില്ല, അയ്യോ പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയും ആൾ കുറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കരുത്. അവിടെ അതല്ല വിഷയം. അവിടെ ആൾ കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അവർ തന്നെ അവിടെ വന്ന് താമസിച്ച്, അവർ തന്നെ ഫുഡ് ഉണ്ടാക്കി, അവർ കഴിച്ച്. ഇത് ഇന്ന് ഇതിനെക്കാട്ടും ആളുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് കുറച്ച് ആൾ കുറവാണ്. ഇന്ന് അതിനെക്കാട്ടും ദിവസമുണ്ട്. ഇന്ന് ഇതെനിക്ക് ഫോട്ടോ അയച്ചു തന്ന. അപ്പം എന്താണ്, അപ്പം അപ്പ 74 വയസ്സുണ്ട്. അപ്പം ആദ്യമായിട്ട് എന്നെ മിനിഞ്ഞാന്ന് രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ മോനെ എനിക്ക് ക്ഷീണമാണ്, ഇത്രയും ചൂട് എനിക്ക് ഇനി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. ആദ്യമായിട്ട് അപ്പ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടത്. അപ്പം ഞാൻ എന്നോട് ചോദിച്ച ചോദ്യം എന്നാണെന്നറിയോ? എടാ എൻ്റെ അടുത്ത തലമുറ എന്നെക്കുറിച്ച് എന്നാ പറയും? എൻ്റെ റേസ് ഞാൻ ഓടിയെന്ന് പറയുമോ? എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ അവർ പറയുമോ കറക്റ്റായിട്ട് ഓടി, കറക്റ്റായിട്ട് ദൈവം വെച്ച ട്രാക്കിലൂടെ? വേറെ ട്രാക്ക് എനിക്ക് ഓടണ്ടായല്ലോ. മറ്റൊരുത്തൻ ഓടിയ ട്രാക്കിൽ എൻ്റെ വിഷയമല്ല. എൻ്റെ ട്രാക്കിൽ കൂടെ ദൈവം എനിക്ക് വെച്ച സെഗ്മെന്റ് അത്രയേ ഉള്ളൂ. 200 മീറ്ററിന്റെ സെഗ്മെന്റ് ആണ്. ആ 200 മീറ്റർ ശരിക്കും ഓടണം, നല്ലതുപോലെ ഓടണം. ബാക്കി കർത്താവാ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളെക്കുറിച്ച് എന്നാ പറയും? തലമുറയായി കൈമാറുന്ന ഈ ബറ്റോൺ നമ്മുടെ കയ്യിൽ വരുമ്പോൾ പ്രിയമുള്ളവരെ നല്ലതുപോലെ ഓടിക്കണം. റൺ വെൽ. ഒന്നിനും ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ടു ലേറ്റ്. താമസിച്ചിട്ടില്ല. ഇന്ന് കർത്താവിൻ്റെ കയ്യിലേക്ക് മുഴുവനായിട്ട് കൊടുത്തു. കർത്താവെ പൗലോസ് ഓടിയതുപോലെ ഞങ്ങൾക്ക് ഓടാം. ഞങ്ങളുടെ സെഗ്മെന്റ്, ഞങ്ങളുടെ കാലം, ഞങ്ങളുടെ തലമുറയിൽ വി വോണ്ട് ടു റൺ വെൽ. പറയാൻ സാധിക്കുമോ? അത് വേണം. കാരണം എന്നാ, നമ്മുടെ പിന്നാലെ വരുന്നവർ പറയണം, 50 വർഷം മുമ്പേ ഞങ്ങളിവിടെ വന്ന ആ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി കാരണമാണ് ഞങ്ങൾ ഇന്നിവിടെ ഉള്ളത്. ആ പാർട്ടി കാരണം ഞങ്ങളിവിടെ ഉള്ളത്. അവർ പറയണം. അവരങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓടിയെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഓടി തീർക്കുന്ന ഒരു ലൈഫ് കാണുമ്പോൾ അവർ പറയണം, അങ്ങനെ ഞങ്ങൾക്ക് ഓടാൻ സാധിക്കും. നമ്മൾ ഓട്ടം ശരിക്കും ഓടുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നതെന്നറിയോ? അടുത്ത് വരുന്നവരോട് നമ്മൾ അവർക്കൊരു ഇത് കൊടുക്കുകയാണ്, ഞങ്ങൾ ഓടിയെങ്കിൽ നിങ്ങൾക്ക് ഓടാം. അതാണ് സാക്ഷികളുടെ വലിയ സമൂഹം എന്ന് പറയുന്നത്. ഞങ്ങൾ അനുസരിച്ചെങ്കിൽ നിങ്ങൾക്കും അനുസരിക്കാം, ഞങ്ങൾ അധ്വാനിച്ചെങ്കിൽ നിങ്ങൾക്കും അധ്വാനിക്കാം, ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ നേരോടെ നടന്നെങ്കിൽ നിങ്ങൾക്കും നേരെ നടക്കാം. അതല്ലയോ പറയുന്നത്? അതാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. എൻ്റെ അമ്മ ഒരു പ്രാർത്ഥനാ സ്ത്രീയായിരുന്നു. എൻ്റെ അമ്മ എല്ലാ ദിവസവും കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു ലെഗസി നമ്മൾ കൈമാറണം. ഞാൻ എപ്പോഴും പറയും, പ്രിയമുള്ളവരെ, നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പലതും നമ്മൾ ചെയ്യും, അത് ചെയ്യണം. അത് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്.
അവരുടെ എഡ്യൂക്കേഷൻ കൊടുക്കണം, അവരുടെ ഭാവിക്ക് എന്തെങ്കിലും ദൈവ സൗകര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം, അവർക്ക് വീട് വെച്ച് കൊടുക്കാമെങ്കിൽ കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യും, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പക്ഷെങ്കിൽ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ ബറ്റോൺ അതാദ്യം പാസ് ചെയ്യണം, അതാദ്യം പാസ് ചെയ്യണം. അവരുടെ ജീവിതം കൊണ്ടും നമ്മുടെ സെഗ്മെന്റ് കൊണ്ട് ഒരു തലമുറ, ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾ മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, നമ്മളെ നോക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയോ, അനന്തരവന്മാർ, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ, യങ്സ്റ്റേഴ്സ്, ഇളയ സഹോദരങ്ങൾ, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത്, അവർ നോക്കിയിട്ട് പറയണം, ഇഫ് ഹീ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. അവനത് ചെയ്യാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതുകൊണ്ട് പൗലോസ് ഇത് ഓടി തീർക്കുമ്പോൾ എന്താണ് ലെസൺസ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പൗലോസിന്റെ കുറച്ച് ലെസൺസ് അതോടെ പറഞ്ഞു നിർത്താം. ഹി പ്രീച്ച് ദ ഗോസ്പൽ വെനെവർ വെറെവർ. എപ്പോഴൊക്കെയോ, സമയം ഏതാണെന്നുള്ളത് വിഷയമല്ല, കാലം അല്ലെങ്കിൽ സ്ഥലം ഏതാണെന്നുള്ളത് വിഷയമല്ല. കപ്പൽ ഛേദമായെങ്കിലും ഹൗസ് അറസ്റ്റിലാണെങ്കിലും പൗലോസ് പ്രസംഗിച്ചു. 2, ഹി പ്രീച്ച് ഡോക്ട്രിനലി ആൻഡ് ബിബ്ലിക്കലി. എന്തെങ്കിലും പറയുകയല്ല, ദൈവം സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് അടിക്കുകയല്ല, ദൈവവചനം സിസ്റ്റമാറ്റിക്കായിട്ട് ഡോക്ട്രിനലി പ്രസംഗിച്ചു. 3, ഒരൊറ്റ അവസരം പോലും പാഴാക്കത്തില്ല. 3 ദിവസം കാഴ്ചകൾ കാണാനുള്ള പിക്നിക് ബ്രേക്കിന്റെ സമയമാണെങ്കിൽ അവിടെ ചെന്ന് സഭ സ്ഥാപിക്കുന്നവനാണ് പൗലോസ്. 4, ഹി പ്രീച്ച് ടയർലെസ്ലി. അയ്യോ എന്നാൽ എനിക്ക് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞ് റെസ്റ്റ് ചെയ്യുന്ന മനുഷ്യനല്ല പൗലോസ്, പക്ഷെങ്കിൽ മടി കൂടാതെ രാവും പകലും അദ്ദേഹം പ്രസംഗിച്ചു. 5, യഹൂദനോടും പ്രസംഗിച്ചു, യവനനോടും ജാതികളോടും പ്രസംഗിച്ചു, യെരുശലേമിലും പ്രസംഗിച്ചു, റോമിലും പ്രസംഗിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് തരുന്ന ചിലപ്പോൾ നമ്മുടെ സഭയ്ക്കകത്തുള്ള ആളുകളായിരിക്കും പ്രസംഗിക്കണം, അവനോട് സുവിശേഷം പറയണം. ചിലപ്പോൾ നമ്മുടെ അയൽവക്കക്കാരോടായിരിക്കും, അവരോട് സുവിശേഷം പറയണം. ചിലപ്പോൾ നമുക്ക് തരുന്ന അവസരങ്ങൾ വേറെ വല്ലതും കൺവെൻഷൻ ആയിരിക്കും, അവിടെ പ്രസംഗിക്കണം. പിന്നെ എന്താണ് പ്രസംഗിച്ചത്? യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. പുള്ളി കഥകളും അവിടെ നടന്ന കാര്യങ്ങളും പിന്നെ കുറച്ച് സംഭവങ്ങളും പിന്നെ അതൊന്നുമല്ല പറഞ്ഞത്, പുള്ളി കണ്ട ദർശനങ്ങളും ഇതൊന്നുമല്ല പുള്ളി പ്രസംഗിച്ചത്. എടാ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, എന്നിട്ട് എന്നാ പറയുന്നത്? അവിടുത്തെ കാര്യമൊന്നും എനിക്ക് പറയാൻ പോലും പറ്റത്തില്ലെന്ന് അത് പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിച്ചത്. എന്നാണ് ആളുകൾ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ എന്തൊക്കെയാ പ്രസംഗിക്കുന്നത് എന്തോ ആർക്കറിയാം, ഹൂ നോസ്. പക്ഷെ ഇത് ക്രൂശിക്കപ്പെട്ട ടോപ്പിക് ഇസ് ഓൾവേസ് ദ സെയിം, ഒരേ വിഷയം താൻ നിന്നു. എന്നിട്ട് പൗലോസ് 28-ാമത്തെ അധ്യായം കഴിയുമ്പോൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വിഘ്നം കൂടാതെ ദൈവത്തിൻ്റെ ചരിത്രം പറയുന്നത്, അവസാനം നീറോ ആദ്യം വിട്ടെങ്കിലും പിന്നെ നീറോ വിളിച്ച് അദ്ദേഹത്തിനെ വകവരുത്തി എന്നുള്ളതാണ് നമ്മൾ അവസാനം കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ചിലരും അങ്ങനെ കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെങ്കിൽ ഇതിനകത്ത് ബ്യൂട്ടിഫുൾ എന്താണ്? പൗലോസ് എവിടെ തുടങ്ങി പൗലോസ് തുടങ്ങിയത് ഒരു സുവിശേഷ വിരോധിയായി, മരിക്കുന്നത് കർത്താവിന് വേണ്ടി. അപ്പം നമ്മുടെ തുടക്കം എവിടാണെന്നുള്ളതല്ല വിഷയം, സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കരുത് എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് എന്നെ പിടിച്ചപ്പോൾ ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. തൻ്റെ സെഗ്മെന്റ് നല്ലതുപോലെ ഓടി. അതുകൊണ്ട് തന്നെ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുന്ന എത്രയോ ലേഖനങ്ങൾ പൗലോസിന്റെ, റോമാലേഖനം എന്തെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യണം. സച്ച് എ ബ്യൂട്ടിഫുൾ, എന്തോ ഒരു ബ്യൂട്ടിഫുൾ ലേഖനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാത്രമായി പൗലോസ് മാറി, തൻ്റെ സെഗ്മെന്റ് നല്ലതുപോലെ ഓടി. പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ് കഴിയുമ്പോഴും ഓട്ടം തികച്ചു. ഇന്നെന്ന് പറഞ്ഞാൽ എന്താ, ആര് മരിച്ചാലും, ഇനി ഏത് ദാവൂദ് മരിച്ചെന്ന് പറഞ്ഞാലും പറയും, ഓ അവൻ ഓട്ടം ഓടി, നമ്മൾ എഴുതും അവിടെ, ഓട്ടം തികച്ചു. ഇനി നീതിയുടെ കിരീടമൊന്നും എല്ലാവർക്കുമായിട്ട് കാത്തിരിക്കുന്ന കാര്യമൊന്നുമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. മെഗാ കള്ളന്മാർ മരിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എവിടാ? ചുമ്മാ അങ്ങ് എഴുതുക വെറുതെ. നമുക്ക് ആ എഴുതുന്നവന് പോലും അറിയാവുന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ഹൃദയങ്ങളെ അറിയത്തില്ല, അത് നമുക്കറിയാം. പക്ഷെ ഇത് നമുക്ക് എഴുതുന്ന പോലും അറിയാം, പക്ഷെ നമ്മളങ്ങ് എഴുതും. ഇത് എല്ലാവർക്കും ഉള്ളതല്ല ആ വാക്യം. പക്ഷെ നമ്മൾ നമ്മുടെ ഓട്ടം തികയ്ക്കണം. വി ഹാവ് ടു റൺ ആ റേസ് വെൽ. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് ആ ബറ്റോൺ നമുക്ക് കൈമാറാൻ ദൈവം നമുക്ക് കൃപ തരും. അങ്ങനെ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികളുടെ പഠനം നമ്മൾ ഒരുമിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രം, എന്താണ്? ഭൂമിയുടെ അറ്റത്തോളം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഭൂമിയുടെ അറ്റത്തോളം നമ്മൾ സാക്ഷികളാകണം. അതാണ് നമ്മുടെ ലെസൺ. അതുകൊണ്ട് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി ഗോഡ് ഹസ് കോൾഡ് us ടു മേക്ക് ഡിസൈപ്പിൾസ്, നോട്ട് കോൺവേർട്സ്. ശിഷ്യന്മാരെ ഉണ്ടാക്കുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. ആ ദൗത്യം ഏറ്റെടുക്കണം. അത് വേറെ വല്ലവരുടെ ദൗത്യമല്ല, നമ്മുടെ ദൗത്യമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ദൗത്യമാണ് അനേകരെ ശിഷ്യന്മാരാക്കുവാൻ ഉള്ള ദൗത്യം. അത് നമുക്ക് വിശ്വസ്തയോടെ നമ്മുടെ തലമുറയിൽ ആ സെഗ്മെന്റ് ഓടിത്തീർക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾക്ക്
കഴിഞ്ഞ ഒരു വർഷം അപ്പോസ്തല പ്രവർത്തികൾ ഒരുമിച്ച് പഠിക്കാൻ തന്ന കൃപയ്ക്കായ സ്തോത്രം. കർത്താവെ, അതേ പരിശുദ്ധാത്മാവാണല്ലോ ഞങ്ങളിലും വസിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയാൻ, പരിശുദ്ധാത്മാവിനെ നിരാശപ്പെടുത്തുവാൻ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുകൂടിയ എല്ലാ കുറവുകളെയും കർത്താവ് ക്ഷമിക്കണമേ. ആ ശക്തിയോടെ കർത്താവിന് വേണ്ടി ഭൂമിയുടെ അറ്റത്തോളം പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവ്, ഞങ്ങളുടെ ആയുസ് എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എത്രമാത്രം ഓടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടല്ല, ഏത് സാഹചര്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചിട്ടുണ്ടോ, അത് 5 സ്റ്റാർ ട്രീറ്റ്മെൻ്റ് ആകട്ടെ കർത്താവെ, അത് കപ്പൽ ഛേദമാകട്ടെ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ഞങ്ങളുടെ സെഗ്മെൻറ്റ് ഓടിത്തീർത്ത് ഈ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അടിയനെ കർത്താവെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുകയാണ്. നിന്റെ ശക്തി വേണം, നിന്റെ ബലം വേണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം കർത്താവെ. നിന്നെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞങ്ങളാൽ ഇതൊന്നും സാധ്യമല്ല കർത്താവെ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, ഈ ഓൺലൈൻ കുടുംബത്തിന് വേണ്ടി ഒരായിരം നന്ദി അടിയൻ അങ്ങേക്ക് അർപ്പിക്കുക കർത്താവെ. എത്രയോ നല്ല സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ കർത്താവ് ഞങ്ങളോട് കൂട്ടിച്ചേർത്തതിനായി സ്തോത്രം. ഈ ഒരു വലിയ സമൂഹത്തെ കർത്താവെ, വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ആ ഒരു ഫെലോഷിപ്പിൽ മാത്രം നിൽക്കാൻ വേണ്ടിയല്ല, കർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുക്കുവാൻ, ആ ദൗത്യം വിശ്വസ്തമായി കർത്താവിൻ്റെ വേലയുടെ പിറകിൽ നിൽക്കുവാനും കർത്താവിന് വേണ്ടി പോകുവാനും ഞങ്ങളെ സഹായിക്കണം. അതാണ് കർത്താവ് നിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം നിർവഹിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. ഇനി ഞങ്ങൾ കാണുന്നത് വരെ ഞങ്ങളെ നിന്റെ വിശാലമായ ചിറകിൻ കീഴിൽ മറയ്ക്കണം. കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ, അടുത്ത പ്രാവശ്യം ഞങ്ങൾ കാണുമ്പോൾ കർത്താവ് വലിയവ ചെയ്തു എന്ന് പറയുവാൻ കർത്താവ് ഞങ്ങൾക്ക് സാക്ഷ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ആമേൻ. കർത്താവെ, വേഗം വരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് സ്വീകരിക്കണം. ഞങ്ങൾ കർത്താവെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്യാണ്. ഞങ്ങളുടെ അജണ്ടയും ഞങ്ങളുടെ ആംബിഷൻസ് അല്ല, കർത്താവിൻ്റെ ഹിതം ഞങ്ങളിലൂടെ നിവർത്തിച്ചെടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃകയായി ഞങ്ങളെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ.